ഹായ് ഹലോ, ഞാൻ വീണ്ടും വന്നു. ഇന്നൊരു നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ്. അതിനെടുത്തിരിക്കുന്ന ഇവിടെ അരമുറി തേങ്ങ, പിന്നെ കുറച്ച് പപ്പടം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ, ഇത് പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ചുവന്നുള്ളി, ഇഞ്ചി, ഉപ്പ്, ചുവന്ന മുളക് പൊടി കേട്ടോ, കാശ്മീരി മുളക് പൊടിയല്ല, എരിവുള്ള മുളക് പൊടിയാണ്. നമുക്ക് ഈ പപ്പടം ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. പപ്പടം വറുത്തിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് പപ്പടം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. പപ്പടം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കുന്നില്ല കേട്ടോ, ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ എളുപ്പമാണല്ലോ വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പുളിയൊന്നും ഇടണ്ട കേട്ടോ, ഇത്രയും സാധനങ്ങൾ മാത്രം നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. തേങ്ങയും ചുവന്നുള്ളിയും ഇഞ്ചിയും പപ്പടം വറുത്തെടുത്തതും ചുവന്ന മുളക് പൊടിയും മാത്രം വെച്ചിട്ട്, പുളിയൊന്നും ചേർക്കണ്ട കേട്ടോ, വാളംപുളി ഒന്നും ചേർക്കണ്ട, വേറെ പുളികളൊന്നും ഇതിൽ ചേർക്കരുത്. നല്ല ടേസ്റ്റാണ്. മിക്സിയിൽ അരച്ചെടുത്തത്, കുറച്ച് പോലും വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ചുവന്നുള്ളി ഇച്ചിരി അധികം ഇടുവാണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ. ചുവന്നുള്ളി എന്തോരം ഇട്ടാലും നല്ല ടേസ്റ്റ് അല്ലേ, കറിയിലാണെങ്കിലും ചമ്മന്തിയിലാണെങ്കിലും. അപ്പോൾ എല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. വയറ് നിറയെ ചോറുണ്ണാൻ പറ്റും ഈ ചമ്മന്തി കൂടി. എന്ത് കറിയാണ് നമ്മൾ ആ കറിയൊക്കെ മാറ്റി വെക്കും ഈ ചമ്മന്തി കൂട്ടി ചോറുണ്ണാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും ഇതുണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ.